ഹലോ, വെൽക്കം ബാക്ക് ടു എൻ്റെ പോയിന്റ്. അപ്പോൾ നമ്മൾ പുളിമരച്ചോട്ടിലാണ് ഇപ്പോൾ നിൽക്കുന്നത് കേട്ടോ. കുടംപുളിയാണ്. അപ്പം നന്നായിട്ട് പഴുത്ത് വീണിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് കുടംപുളി കൊണ്ട് ഒരു പുതിയ കറി ഉണ്ടാക്കാം. അപ്പോൾ അമ്മ എന്നോട് പറഞ്ഞു തന്നു കുടംപുളി നമുക്ക് തേങ്ങ അരച്ച് കറി ഉണ്ടാക്കാമെന്ന്. അപ്പോൾ നമുക്കിത് പെറുക്കിക്കൊണ്ട് പോയിട്ട് ഇന്നത്തെ സ്പെഷ്യൽ പെറുക്കിക്കൊണ്ട് പോയിട്ട് ഇന്നത്തെ സ്പെഷ്യൽ നമ്മുടെ കുടംപുളി കറിയാണേ. ഇഷ്ടംപോലെ വീണ് കിടപ്പുണ്ട്. ഇഷ്ടംപോലെ വീണ് കിടപ്പുണ്ട് കേട്ടോ. അപ്പം നമുക്ക് ഒരു ബാഗ് നിറയെ പുളി കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇതുകൊണ്ട് പോയി അതൊന്ന് 2-3 എടുത്ത് നമുക്ക് കറി ഉണ്ടാക്കാം. സ്പെഷ്യൽ കറിയാണ്, നാടൻ കറിയാണ്. വീഡിയോ കണ്ടു നോക്കാം. അപ്പം നമ്മൾ ഇന്നലെ പെറുക്കിയെടുത്ത പുളി ഉണ്ടായിരുന്നല്ലോ, ആ പുളിയിൽ ഒരെണ്ണം എടുത്ത് നല്ല മുഴുത്ത പുളി നോക്കി ഒരെണ്ണം എടുത്ത് ഇന്ന് കറി വെക്കാൻ പോവാണ്. പുളിങ്കറിയാണ് ഇന്നത്തെ സ്പെഷ്യൽ. കുടംപുളി തേങ്ങ അരച്ച് കറി വെക്കുന്നത്. അപ്പോൾ വളരെ ടേസ്റ്റാണ്, പഴയ ഒരു നാടൻ വിഭവമാണ് കേട്ടോ. അപ്പോൾ നമുക്കത് എങ്ങനെ ചെയ്യുന്നത് നോക്കാം. നന്നായിട്ട് കഴുകി ഒന്ന് വൃത്തിയാക്കി പുളി എടുക്കുക. അതിനുശേഷം പുളി നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്ത് ആ നടുക്കത്തെ അതിൻ്റെ കുരു ഉണ്ട് കേട്ടോ, അത് നമുക്ക് കളയാം. ഇത് കട്ട് ചെയ്ത് നമുക്ക് പാത്രത്തിൽ, നമ്മൾ ഏത് പാത്രത്തിലാണ് കറി ഉണ്ടാക്കുന്നത് അതിലേക്ക് നമുക്ക് നീളത്തിൽ കട്ട് ചെയ്തിട്ട് കൊടുക്കാം. നമുക്കിത് വേവാനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്കിത് അടുപ്പത്ത് വെക്കാം. പാകത്തിന് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ചേർക്കാനുള്ളത് മഞ്ഞൾപ്പൊടിയാണ്. മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഒരു കറിവേപ്പില കൂടെ ചേർത്ത് കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ഇത് അടച്ചു വയ്ക്കാം. ഒന്ന് തിളയ്ക്കണം. എന്നിട്ട് ഇതിന് പുളി ഒന്ന് ഞെക്ക് കൊള്ളണം. ഞെക്ക് കൊള്ളുമ്പോഴത്തേക്ക് നമുക്കിത് വാങ്ങണം. കാരണം ഒരുപാട് കമർപ്പിറങ്ങിയാൽ നമുക്ക് പുളിയുടെ ഒരു ചുവ ഫീൽ ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് വെന്തങ്ങ് പോകണ്ട. ചെറുതായിട്ടൊന്ന് ഞെക്ക് കൊള്ളുമ്പോൾ നമുക്കിത് വാങ്ങാം. അപ്പോൾ അതുവരെ നമുക്ക് അടച്ചു വയ്ക്കാം. പെട്ടെന്ന് തന്നെ ഒരു മിനിറ്റൊക്കെ എടുക്കുമ്പോൾ തന്നെ നമ്മുടെ പുളി നന്നായിട്ട് വെന്ത് ഉടഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ പരുവം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി നമുക്കിതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്കിനി അരപ്പ് റെഡിയാക്കാം. അരപ്പ് റെഡിയാക്കാൻ പോവാണ്. ആവശ്യത്തിന് തേങ്ങ, ഒരു മുറി തേങ്ങ എടുത്തിട്ടുണ്ട്, ചെറിയ തേങ്ങ ആയതുകൊണ്ട്. പിന്നെ കാന്താരിയാണ് എടുത്തിട്ടുള്ളത്. കാന്താരി ഇല്ലെങ്കിൽ പച്ചമുളക് ഉപയോഗിക്കുക കേട്ടോ. പിന്നെ ഒരു 4-5 കഷ്ണം ചെറിയ ഉള്ളിയും ഒരു 2 കഷ്ണം വെളുത്തുള്ളിയുണ്ട്. ഇതെല്ലാം കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ട് വെണ്ണ പോലെ ഒന്ന് അരച്ചെടുക്കാം. മിക്സിയുടെ ചെറിയ ജാറിലേക്ക് എല്ലാം കൂടി നന്നായിട്ട് ചേർത്ത് കൊടുത്ത് പാകത്തിന് ചില വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് ആദ്യം അരച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ അരപ്പിട്ട് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. നമുക്കിതങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. അരപ്പ് ചേർത്ത് കഴിയുമ്പോൾ ഇത് ഒരുപാട് തിളയ്ക്കണ്ട കേട്ടോ. അപ്പോൾ നമ്മുടെ കറിയിലേക്ക് നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. അരപ്പ് ചേർത്ത് കഴിയുമ്പോൾ ചെറുതായിട്ടൊന്ന് ചൂടാകുക ചെയ്യാവും. അപ്പോൾ നമ്മൾ അരപ്പൊക്കെ ചേർത്ത് ഒന്ന് ചൂടാക്കിയാൽ മാത്രം മതി, തിളയ്ക്കണ്ട കേട്ടോ. നമുക്ക് ശകല ഉലുവാപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. ലാസ്റ്റ് നമുക്കിനി കടുക് പൊട്ടിച്ച് ഒഴിച്ചാൽ മതി. അപ്പോൾ ശകല ഉലുവാപ്പൊടി ചേർത്ത് കൊടുക്കുകയാണേ. നന്നായിട്ട് ഒന്നുകൂടെ ഇളക്കി കൊടുക്കുക. ചൂടാവുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിന് കടുക് പൊട്ടിച്ച് ചേർക്കാം. അപ്പോൾ നമുക്ക് ചൂടായി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാക്കാം കേട്ടോ. നമ്മൾ മാങ്ങാപ്പഴം കറി വെക്കില്ലേ, അപ്പം നമ്മൾ തിളപ്പിക്കാറില്ലല്ലോ അരപ്പ് ചേർത്ത് കഴിയുമ്പോൾ. അതുപോലെ തന്നെ ചെരുവയൊക്കെ സെയിം അത് തന്നെ ആ ഒരു ടേസ്റ്റ് കിട്ടും കേട്ടോ. പിന്നെ വലിയ പുളിയാണെങ്കിൽ, പുളി കുറച്ച് ഇഷ്ടമുള്ളവരാണെങ്കിൽ ആ പുളിയുടെ പകുതി ചേർത്ത് കൊടുത്താൽ മതി, ഹാഫ് എടുത്താൽ മതി. അപ്പോൾ ചെറിയ പുളിയാണെങ്കിൽ ഒരെണ്ണം ചേർക്കാം. പുളി ഇഷ്ടമുള്ളവരാണെങ്കിൽ നമ്മുടെ ഇഷ്ടത്തിന് എടുത്തോളൂ കേട്ടോ. നല്ല പുളി ഉണ്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കുറച്ച് പുളി ഇഷ്ടമുള്ളവർ അതിൻ്റെ പകുതി എടുത്താൽ മതി. പാൻ ചൂടായി നമുക്ക് അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഓയിൽ ഒഴിച്ച് കൊടുത്തേ ഒരു ചൂടായിട്ട് നമുക്ക് കടുക് പൊട്ടിക്കാം. കടുക് ഇട്ട് കൊടുക്കുക, ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കുക, വറ്റൽമുളക്, കറിവേപ്പില. നന്നായിട്ട് പൊട്ടിക്കഴിയുമ്പോൾ നമുക്ക് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ എല്ലാം ചേർത്തു. നമ്മുടെ കറി, കുടംപുളി കറി, അടിപൊളി കറി കേട്ടോ. പഴയ കാലത്തെ ഒരു പ്രത്യേക കറിയായിരുന്നു. പണ്ടത്തെ കാലത്തൊക്കെ എല്ലാവരും ഉണ്ടാക്കുന്ന കറിയായിരുന്നു. അപ്പോൾ വർഷങ്ങൾക്ക് ശേഷമാണ് ഞങ്ങൾ ഇപ്പം 2ാമത്തെ പ്രാവശ്യം കേട്ടോ ഈ വർഷം ഉണ്ടാക്കുന്നത്. അപ്പോൾ ആദ്യത്തെ പ്രാവശ്യം ഉണ്ടാക്കിയപ്പം അമ്മയാണ് ഉണ്ടാക്കിയത്. അപ്പം വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ അമ്മ എന്നോട് പറഞ്ഞു ഇങ്ങനൊരു കറിയുണ്ട്, ഒന്ന് ഉണ്ടാക്കി നോക്കിക്കേ, അധികം ആരും ഉണ്ടാക്കാത്ത കറിയാണ്. അപ്പോൾ എന്താണോ എല്ലാവർക്കും ഇഷ്ടപ്പെടും. നമ്മുടെ മാമ്പഴ പുളിശ്ശേരി ഇല്ല, അതുപോലെ അതേ ടേസ്റ്റിൽ നല്ലതാണ്. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക കേട്ടോ. നിങ്ങൾ കമൻസിനൊക്കെ അറിയിക്കുക. അടുത്ത നല്ലൊരു വീഡിയോസിൽ കാണാം. അതുവരെ ടേക്ക് കെയർ, ബൈ.